Dear students, in this video we are going to discuss a new topic, that is Arrow's impossibility theorem. So, നമ്മൾ ഈ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം എന്ന് പറയുന്നത് നമ്മൾ ഈ ബർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കെന്നത്ത് ജെ ആരോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, അദ്ദേഹം നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആണ് ഈ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ Bergson-Samuelson social welfare function was an improvement over earlier models. അതായത് പാരറ്റോനെ അപേക്ഷിച്ചിട്ടാണെങ്കിലും ഹിഗ്സ് കാൽഡർ കോമ്പൻസേഷൻ വെൽഫെയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ബർഗ്സൺ-സാമുൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു മോഡലാണ്. And he considered welfare of all individuals to construct a social welfare function. So social welfare function, W is a function of ordinal index of all the individuals, ordinal utility index of all the individuals എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ all individuals എന്നാണ് ആര് പറഞ്ഞത്? ബർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. അതായത് രണ്ട് കാര്യങ്ങളാണ് ബർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ഓർ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ is a function of ordinal index of individual preferences. And he also included explicit value judgment. Value judgment determined explicitly അല്ലെങ്കിൽ externally. അത് വേറെ ആരെങ്കിലും ആണ് ഈ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ബർഗ്സൺ സാമുൽസൺ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കെന്നത്ത് ജെ ആരോ ക്രിട്ടിസൈസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം. അപ്പോൾ ഈ ബർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനെ കെന്നത്ത് ജെ ആരോ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആരോ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നടക്കില്ല. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പം ഹി വാസ് എ നോബൽ പ്രൈസ് വിന്നർ ആൻഡ് he wrote the article Social Choice and Individual Values, which was published in 1951. And he presented the difficulties associated with the construction of social welfare function. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് മുന്നിലുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം it is impossible to proceed from individual preferences to social preferences in order to construct a social welfare function. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇമ്പോസിബിലിറ്റി തിയറമാണ്. അപ്പോൾ ആരോ ആണ് ഇമ്പോസിബിലിറ്റി തിയറം. എന്താണ് ഇമ്പോസിബിൾ ടു പ്രൊസീഡ് ഫ്രം ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്. അതായത് നമ്മൾ സോഷ്യൽ പ്രിഫറൻസ് നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അതിനകത്ത് കൺസിഡർ ചെയ്യണ്ട, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബൈ റിഫ്ലക്റ്റിംഗ് ചോയ്സസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ. എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ചോയ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബൈ റിഫ്ലക്റ്റിംഗ് ദ ചോയ്സസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് ആണ് നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്. പക്ഷെ അതിനകത്ത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് നമ്മൾ ഈ സോഷ്യൽ വെൽഫെയർ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുവാണ് 3 ഇൻഡിവിജ്വൽസ് ഉണ്ട് ഒരു സൊസൈറ്റീസിൽ. അപ്പോൾ 3 ഇൻഡിവിജ്വൽസും പ്രിഫർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആണെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഇതാണെന്ന്. ഇപ്പം ABC ഉണ്ടെങ്കിൽ എ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പം ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കും, ബി പ്രിഫർ ചെയ്യുന്ന ഫുഡിനായിരിക്കും, സി പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് എയറിനായിരിക്കും. അപ്പോൾ 3 പേരുടെയും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണുള്ളത്, അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെൻ്റ് ആണുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, അതായത് നമ്മുടെ സൊസൈറ്റീൻ്റെ വെൽഫെയർ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവരും ആരോവും പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ എഴുതേണ്ടതാണ്
5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട്, നിങ്ങൾ എഴുതേണ്ട വേർഡ് ഇതാണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബൈ റിഫ്ലക്റ്റിംഗ് ചോയ്സസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ചോയ്സ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബൈ റിഫ്ലക്റ്റിംഗ് ദ ചോയ്സസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. Then there are two types of value judgment, that is the value judgment through dictatorship and value judgment through democratic procedure. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് ത്രൂ ഡിക്റ്റേറ്റർഷിപ്പ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ത്രൂ സ്പിരിച്വൽ ഓർ റിലീജിയസ് ഹെഡോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെഡോ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒപ്പീനിയൻ ഫോം ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, അക്കോർഡിംഗ് ടു ദ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ വി ആർ ഫോമിംഗ് ദ വാല്യൂ ജഡ്ജ്മെന്റ്, ഓർ വി ക്യാൻ ഹാവ് ദ വാല്യൂ ജഡ്ജ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു പിന്നെ ഡിക്റ്റേറ്റർ, അല്ലെങ്കിൽ നമ്മുടെ ആരോ വിളിച്ചത് സൂപ്പർമാൻ എന്നാണ് ഈ സ്റ്റേറ്റിനും ഡിക്റ്റേറ്ററിനും. അപ്പൊ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിക്റ്റേറ്ററിനെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിലൂടെയും നമുക്ക് വാല്യൂ ജഡ്ജ്മെന്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു സീരിയസ് ബയാസ് ഇൻ ഡിറ്റർമൈനിങ് വാല്യൂ ജഡ്ജ്മെന്റ്. അപ്പൊ ഇവിടെ ഒരാൾ ആണ് പറയുന്നത്, ഒരാൾ ഒപ്പീനിയൻ പറയുവാണ് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, ഒരു പ്രിഫറൻസിനെ കുറിച്ചിട്ട് ഒരാൾ മാത്രമാണ് അവിടെ പറയുന്നത്. ഐദർ ഇറ്റ് മേ ബി religious head or spiritual head or customs and tradition or the state who determine the value judgment. വാല്യൂ ജഡ്ജ്മെന്റ് ആരാണ് നിർണ്ണയിക്കുന്നത്? ഈ പറയുന്ന 3 പേരാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഡോണ്ട് റിഫ്ലക്ട് എവറി വൺ പ്രിഫറൻസ്, അതായത് എല്ലാവരുടെയും പ്രിഫറൻസ് ഈ പറയുന്ന റിലീജിയസ് ഹെഡ് ഉണ്ടാക്കിയ അവരുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ വഴി നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തിയതോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രിഫറൻസ് റിഫ്ലക്ട് ചെയ്യണം എന്നില്ല. സോ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പറയേണ്ടത് റിലീജിയസ് ഹെഡ് ഓർ സ്പിരിച്വൽ ഹെഡ്, അതുപോലെ തന്നെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷനിലൂടെയോ സ്റ്റേറ്റോ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നു. ഇങ്ങനെയുള്ള വാല്യൂ ജഡ്ജ്മെന്റിലൂടെ നമുക്ക് സീരിയസ് ബയാസ് ഉണ്ടാവുന്നു. ആൻഡ് ഇറ്റ് നോട്ട് റിഫ്ലക്ട് എവരി വൺ പ്രിഫറൻസ്, എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് അവിടെ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. ദിസ് ഈസ് ദ പോയിന്റ്. ആൻഡ് we can have value judgment through democratic voting procedure. ആൻഡ് നമ്മൾ പറയുവാണ് ഒരു ഡെമോക്രാറ്റിക് വോട്ടിംഗ് പ്രൊസീജിയറിലൂടെ നമുക്കറിയാം ഭൂരിപക്ഷ അഭിപ്രായമാണ് നോക്കുക. ഇറ്റ് ഓൺലി റിഫ്ലക്ട് മെജോറിറ്റി ചോയ്സ്. മെജോറിറ്റിയുടെ അഭിപ്രായം, ഭൂരിപക്ഷം എന്താണോ പറഞ്ഞത് അതാണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. മൈനോറിറ്റീസ് പ്രിഫറൻസ് ആർ ഇഗ്നോർഡ് ഇൻ ദ ഡെമോക്രസി. ഡെമോക്രസിയിൽ ഇപ്പം 80% അല്ലെങ്കിൽ 75% ആൾക്കാർ ഇവരെ പ്രിഫർ ചെയ്തു, പക്ഷേ അതിനകത്ത് 25% ആൾക്കാർ വേറെ ആൾക്കാരെ പ്രിഫർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ പ്രിഫറൻസ് ആയിരിക്കും അവർ ഉണ്ടാവുക. പക്ഷേങ്കിൽ ഈ മൈനോറിറ്റീൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഈ 25% പ്രിഫറൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എവരി ഇൻഡിവിജ്വൽസ് പ്രിഫറൻസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഐദർ ഇറ്റ് മേ ബി through this democratic procedure or it may be through dictatorship like spiritual head അല്ലെങ്കിൽ religious head അല്ലെങ്കിൽ customs tradition അല്ലെങ്കിൽ സ്റ്റേറ്റ് അങ്ങനെ ലെവലിൽ ആ ഒരു ലെവലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് also impossible to develop a social welfare function that could reflect everyone's choice through dictatorship and democracy. അപ്പോൾ ഡെമോക്രസിയിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരുടെയും ചോയ്സ്, ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ പിന്നെ 3 പേരാണുള്ളത് അല്ലെങ്കിൽ 3 കോടി ആൾക്കാരുണ്ടെങ്കിൽ 3 കോടി ആൾക്കാരുടെയും പ്രിഫറൻസ് ആയിരിക്കില്ല സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷന് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. 3 കോടി ആൾക്കാരുടെയും പ്രിഫറൻസ്, അതായത് നമ്മൾ ഡെമോക്രാറ്റിക് വോട്ടിംഗ് പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മെജോറിറ്റി ചോയ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ മൈനോറിറ്റി പ്രിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വാല്യൂ ജഡ്ജ്മെന്റ് ത്രൂ ഡിക്റ്റേറ്റർഷിപ്പ് ലൈക്ക്
റിലീജിയസ് ഹെഡോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെഡോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഡിക്റ്റേറ്ററോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആണ് ഈ തീരുമാനിക്കുന്നതെങ്കിലും അവിടെ എന്ത് വരാം, ബയാസ് ഉണ്ടാവും. അവിടെ എന്തായാലും എല്ലാവരുടെയും പ്രിഫറൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡെവലപ്പ് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ദാറ്റ് കുഡ് റിഫ്ലക്ട് എവറി വൺ ചോയ്സ് ത്രൂ ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ഡെമോക്രസി. Okay. Bergson and Samuelson pointed out that the welfare function, that is social welfare function, depends on individual preferences. So according to Bergson and Samuelson, social welfare function depends on individual preferences. Social welfare function is a function of individual preferences. U1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. W is a function of U1, U2, U3, etc. UN. ഇൻഡിവിജ്വൽ പ്രിഫറൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ആൻഡ് ഇൻഡിവിജ്വൽ വെൽഫെയർ ഡിപ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ ഹിം അലോൺ, നോട്ട് ബൈ അതേഴ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വെൽഫെയർ എന്ന് പറയുന്നത് അയാൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട്, അയാൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ആണ് അയാൾ കൺസ്യൂം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ അല്ലെങ്കിൽ എ എന്ന ഇൻഡിവിജ്വൽ എത്രമാത്രം ഗുഡ്സ്, എത്രമാത്രം കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതാണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ഓഫ് എ എന്ന് പറയുന്നത്. Okay, it does not depend on the B. Arrow criticized this. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആൻഡ് ഇൻഡിവിജ്വൽ വെൽഫെയർ ഡിപ്പെൻഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ ഹിം അലോൺ. അയാൾ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ പിന്നെ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റീസിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റീൻ്റെ ഒരു പിന്നെ എന്താണ് ഒരു ഇൻഡെക്സ് നമ്മൾ ഉണ്ടാക്കുകയാണ് U1. അത് മാത്രമാണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ഓഫ് എ എന്ന് പറയുന്നത്. പക്ഷെ അത് തെറ്റാണെന്നാണ് പറയുന്നത്. ആൻഡ് ആരോ പറയുന്നത്, ബെർഗ്സൺ എന്താണ് പറഞ്ഞത്, വെൽഫെയർ ഓഫ് എനി ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ ഹിംസെൽഫ്. ഒരാളിപ്പം എന്താണ് ഇപ്പോൾ എയുടെ ഇൻഡിവിജ്വൽ വെൽഫെയർ അല്ലെങ്കിൽ ആ എയുടെ വെൽഫെയർ അല്ലെങ്കിൽ എയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് സോൺലി കൺസ്യൂംഡ് ബൈ ഹിംസെൽഫ്. അയാൾ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ എത്ര കമ്മോഡിറ്റീസ് വാങ്ങുന്നു അല്ലെങ്കിൽ എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നത് മാത്രമാണ് നമ്മൾ എയുടെ വെൽഫെയറിൻ്റെ മാനദണ്ഡം എന്നാണ് ആര് പറയുന്നത്, ബെർഗ്സൺ സാമുൽസൺ പറഞ്ഞത്. പക്ഷേ ആരോ പറയുന്നത് ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ ചോയ്സസ് ആർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ കളക്റ്റീവ് കൺസംഷൻ യൂസിങ് പബ്ലിക് ഗുഡ് ഓർ ക്ലബ് ഗുഡ് ലൈക്ക് റോഡ്, ബ്രിഡ്ജസ്, പാർക്ക്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പോൾ ഈ ആരോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ ഗുഡ്സ് മാത്രമല്ല, പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഗുഡിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദേ ഓൾസോ കൺസ്യൂം പബ്ലിക് ഗുഡ് ലൈക്ക് റോഡ്, ബ്രിഡ്ജസ്, പബ്ലിക് പാർക്ക്, ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ ക്ലബ്ബ് ഗുഡ് യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് പറയുന്നത് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ കളക്റ്റീവ് കൺസംഷൻ യൂസിങ് പബ്ലിക് ഗുഡ് ഓർ ക്ലബ്ബ് ഗുഡ് യൂസിങ് റോഡ്, ബ്രിഡ്ജസ്, പാർക്ക്, ഇലക്ട്രിസിറ്റി എക്സെട്ര. സോ it is impossible to form a criterion of welfare just on the basis of private good consumption. അപ്പോൾ ഇദ്ദേഹം ആരോ പറയുന്നത് ഇതാണ്, അതായത് നമ്മൾ ഒരു എന്താണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ അവിടെ നമ്മൾ പ്രൈവറ്റ് ഗുഡ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, അവിടെ പബ്ലിക് ഗുഡും കൺസിഡർ ചെയ്യണം. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫോം എ criterion of welfare just on the basis of private good consumption. നമ്മൾ പ്രൈവറ്റ് ഗുഡ് അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് പ്രൈവറ്റ് ഗുഡിനെ മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ മാത്രമല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഇൻഡിവിജ്വൽ വെൽഫെയർ ഡിപ്പെൻഡ്സ് upon
പബ്ലിക് ഗുഡ്സിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ്, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ സാമുവൽസണും ബെർഗ്സണും രണ്ടുപേരും പറഞ്ഞത് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വെൽഫെയർ എന്ന് പറയുന്നത് അവരെന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ പ്രൈവറ്റ് ഗുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ആരോ പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിക് ഗുഡ് ബിക്കോസ് they are consuming or they are having the benefit from the public good. So it is impossible to form a criterion of social welfare just on the basis of private good. അപ്പോൾ ആരോ പറയുന്നത് ഇതാണ്, പ്രൈവറ്റ് ഗുഡിൽ നിന്നുള്ള കൺസംഷനിൽ നിന്നുള്ള അല്ലെങ്കിൽ യൂട്ടിലിറ്റി എത്രമാത്രമാണ് അല്ലെങ്കിൽ വെൽഫെയർ എത്രമാത്രമാണ് എന്നത് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, വി ഹാവ് ടു കൺസിഡർ ദി പബ്ലിക് ഗുഡ് ഓൾസോ. ഓക്കെ, ദെൻ and Arrow criticized this and pointed out that collective elements also increases social welfare. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോഡ്, റെയിൽവേ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, സാനിറ്റേഷൻ ഫെസിലിറ്റി, ദീസ് ആർ ദി സ്ട്രീറ്റ് ലൈറ്റ്, ഇതെല്ലാം എന്താണ് പബ്ലിക് ഗുഡാണ്. അപ്പോൾ ഇതും അല്ലെങ്കിൽ കളക്റ്റീവ് എലമെന്റ് ഓൾസോ ഇൻക്രീസസ് ദ സോഷ്യൽ വെൽഫെയർ. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, എന്റർടൈൻമെന്റ്, ഇതെല്ലാം എന്താണ് പബ്ലിക് ഗുഡാണ്. ഓക്കെ, ദിസ് ഓൾസോ എഫക്ട് സോഷ്യൽ വെൽഫെയർ. ഈ പബ്ലിക് ഗുഡ്സും ആര് കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡിവിജ്വൽസും കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ വെൽഫെയർ ഇൻ ദ സോഷ്യൽ വെൽഫെയർ. ഓക്കെ, അപ്പം നമ്മുടെ പോയിന്റ് ഇത് മാത്രമാണ്. ബെർഗ്സൺ സാമുവൽസൺ പറഞ്ഞത് social welfare is a function of individual utility index, that is ordinal utility index, or individual preference-നെയാണ് social welfare ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് പ്രൈവറ്റ് ഗുഡ്സിനെ മാത്രമാണ് നമ്മുടെ ബെർഗ്സണും സാമുവൽസണും പറഞ്ഞത്. പക്ഷെ ആരോ പറഞ്ഞത് എന്താണ്, ക്ലബ് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Then, so to construct a valid social welfare function by considering only individual preferences is impossible. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ബൈ കൺസിഡറിങ് ഓൺലി ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് മാത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഹി ഇൻട്രൊഡ്യൂസ് സം നെസസറി കണ്ടീഷൻ. ഓക്കെ, so he introduced some necessary condition to make a social choice. അപ്പോൾ സോഷ്യൽ ചോയ്സ് എന്ന് പറയുന്നതിന് പുറകെ നമ്മൾ പറയുവാണ് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആരോ പറയുന്നത് കുറച്ച് നെസസറി കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ ചോയ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, so there are 5 necessary conditions. First one is transitivity and consistency. Transitivity and consistency. So social choices must be consistent and transitive. Social choices that must be consistent and transitive. That is, consistency means that if there are 3 individuals A, B and C, if there are choices are available to the consumer or individual, and നമ്മൾ പറയുവാണ് ചോയ്സസ് ഉണ്ട് ആൻഡ് ഇവിടെ ഇൻഡിവിജ്വൽസ് അല്ല, ചോയ്സ് ആണ് കേട്ടോ. എ ബി സി എന്ന് പറയുന്നത് ചോയ്സ് ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സമയത്ത് ഇപ്പം എ ആണ് പ്രിഫർ ചെയ്തത് എന്ന് വെച്ചാൽ അതേ സിമിലർ സിറ്റുവേഷൻ ഉണ്ടാവുമ്പം ബിയും സിയും അല്ല എടുക്കേണ്ടത്, ഹി ഷുഡ് പ്രിഫർ എ. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം നമ്മൾ പറയുകയാണ് ഇപ്പം ബാറ്റ്സ്മാൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ആവറേജ് സ്കോർ എപ്പോഴും എന്താണ് ഈക്വൽ ആയിരിക്കും. ലൈക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കാണ് കിട്ടുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ ഒന്നാമത്തെ സെമസ്റ്ററിന് എ, രണ്ടാമത്തെ സെമസ്റ്ററിനും എ, മൂന്നാമത്തെ സെമസ്റ്ററിനും എ, നാലാമത്തെ സെമസ്റ്ററിനും എ, അങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ സെമസ്റ്ററിന് ഡി, രണ്ടാമത്തെ സെമസ്റ്ററിന് ബി, മൂന്നാമത്തെ സെമസ്റ്ററിന് എ പ്ലസ്, നാലാമത്തെ സെമസ്റ്ററിന് സി. ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ലെവൽ ഓഫ് ഇതല്ല. അവിടെ പറയുന്നത് എന്താണ്, inconsistent means that is there is inconsistency or there is no similarity. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് സിമിലർ സിറ്റുവേഷനിൽ സെയിം പ്രിഫറൻസ് അല്ലെങ്കിൽ സെയിം ചോയ്സ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ആർ 3 ചോയ്സസ്, 3 ചോയ്സ് ഉണ്ട്
ആൻഡ് നമ്മൾ പറയുവാണ് ഇപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ എടുത്തതാണ് നാനോ, ആൻഡ് സ്വിഫ്റ്റ് ബി, ആൻഡ് സി എന്ന് പറയുന്നത് അവിടെ BMW ആണ്. അപ്പോൾ നമ്മൾ പറയുവാണ് നാനോ ആണ് നമ്മുടെ എന്താണ് നാനോ ആണ് സ്വിഫ്റ്റിനെക്കാളും ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് എ ആണ് ഇഷ്ടം, ബിനെക്കാളും എ ആണ് ഇഷ്ടം, അതുപോലെ തന്നെ സിനെക്കാളും ബി ആണ് ഇഷ്ടം, അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നമുക്ക് പറയാൻ പറ്റും സിനെക്കാളും എ ആണ് ഇഷ്ടം. ദാറ്റ് ഈസ് ഹി പ്രിഫേഴ്സ് എ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ പ്രിഫേഴ്സ് എ ഓവർ ബി, ബിനെക്കാളും എ ആണ് ഇഷ്ടം. ആൻഡ് സി, ഹി പ്രിഫേഴ്സ് ബി ഓവർ സി, സിനെക്കാളും ബി ആണ് ഇഷ്ടം. Therefore he prefers A over C. സിനെക്കാളും ഏതാണ് ഇഷ്ടം? എ തന്നെയാണ് ഇഷ്ടം. സോ ഇതാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോർമോസ്റ്റ് നെസസറി കണ്ടീഷൻ ബൈ ആരോ. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, ദാറ്റ് ഈസ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ 3 ചോയ്സസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എ ആണ് പ്രിഫർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രിഫറൻസ് ക്രൈറ്റീരിയ പ്രകാരം ലാസ്റ്റ് നമ്മൾ എ പ്രിഫർ ചെയ്യുന്നു. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സിമിലർ സിറ്റുവേഷനിൽ നമ്മൾ സെയിം ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക് കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ സിമിലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സെയിം പ്രിഫറൻസ് തന്നെ നമ്മൾ എന്താണ് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ, റെസ്പോൺസീവ്നെസ് ടു ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, ദാറ്റ് ഈസ് social choices must be responsive to individual preferences. ഇൻഡിവിജ്വൽ പ്രിഫറൻസുമായിട്ട് അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ ഇൻഡിവിജ്വൽ എന്താണോ പ്രിഫർ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കണം നമ്മൾ സോഷ്യൽ ചോയ്സ് പോകേണ്ടത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ സോഷ്യൽ ചോയ്സസ് മസ്റ്റ് ബി ഇൻ സെയിം ഡയറക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ചോയ്സസ്. ചേഞ്ചസ് ഇൻ സോഷ്യൽ ചോയ്സസ് മസ്റ്റ് ബി ഇൻ സെയിം ഡയറക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ചോയ്സസ്. ഇൻഡിവിജ്വൽ ചോയ്സിൻ്റെ ഡയറക്ഷൻ്റെ അതേ സെയിം ഇതിൽ തന്നെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ചോയ്സ് നമ്മൾ പറയുവാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രൂപ്പ് പ്രിഫറൻസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രിഫറൻസും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതേപോലെ വേണം ഗ്രൂപ്പ് പ്രിഫറൻസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് പ്രിഫറൻസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പം പറയുവാണ് if every voter prefers x over y, then group preference should be x over y. അപ്പോൾ സെയിം പ്രിഫറൻസ് തന്നെ ആയിരിക്കണം ആര് നമ്മൾ സോഷ്യൽ ചോയ്സ് നടത്താൻ. ഇൻഡിവിജ്വലിൽ എന്താണോ പ്രിഫർ ചെയ്യുന്നത് എക്സ് ആണ്, വൈനെക്കാളും എക്സ് ആണ് ഇവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ പ്രിഫറൻസ് അവർക്ക് എക്സ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് പ്രിഫറൻസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രിഫറൻസ് അല്ലെങ്കിൽ സോഷ്യൽ ചോയ്സ് എന്തായിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഗ്രൂപ്പ് പ്രിഫറൻസും. So, social welfare function is such that social ordering respond positively to alteration in individual values or at least not negatively. അതായത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡറിങ് നമ്മളിപ്പം പറഞ്ഞില്ലേ എന്താണോ ഈ എന്താണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എന്താണോ എക്സ് ആൻഡ് വൈ അല്ല എക്സ് ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ പ്രിഫറൻസ് എന്തായിരിക്കണം, എക്സ് തന്നെയായിരിക്കണം. അപ്പോൾ അതായത് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അൺചേഞ്ച് ആവുമ്പം സോഷ്യൽ പ്രിഫറൻസും അൺചേഞ്ച് ആവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം, നെഗറ്റീവായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ പറയുവാണ് സപ്ലൈയും പ്രൈസും സപ്ലൈ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഡിമാൻഡും പ്രൈസും. ദാറ്റ് ഈസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു അല്ലേ. അതുപോലെ ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് വേണം. അതായത് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ പ്രിഫറൻസും സെയിം ഡയറക്ഷനിൽ തന്നെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ദെൻ നോൺ ഇമ്പോസിഷൻ. That is, social choices must not be imposed by an external agency or state or an authority, religious head or a dictator. അപ്പോൾ നോൺ ഇമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ സോഷ്യൽ ചോയ്സ് എന്ന് പറയുന്നത് ആരും തന്നെ ഇമ്പോസ് ചെയ്യുന്നത് ആയിരിക്കരുത്. അതായത് എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ആയിരിക്കരുത്. അതായത് സോഷ്യൽ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റീൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഹെഡോ അല്ലെങ്കിൽ ഡിക്റ്റേറ്ററോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹെഡോ ഒന്നും
അവരുടെ അഭിപ്രായമായിരിക്കരുത് എന്നാണ് ഈ നോൺ ഇമ്പോസിഷനിലൂടെ പറയുന്നത്. ദാറ്റ് ഈസ് സോഷ്യൽ ചോയ്സസ് മസ്റ്റ് നോട്ട് ബി ഇമ്പോസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി, ഇറ്റ് മസ്റ്റ് ബി ഗവേൺഡ് ബൈ ഡെമോക്രാറ്റിക് പ്രൊസീജിയർ. അപ്പൊ ഡെമോക്രാറ്റിക് പ്രൊസീജിയറിലൂടെ വേണം ഈ നമ്മൾ ചോയ്സസ് നടത്താൻ. നോ സിംഗിൾ വോട്ടർ ഡിറ്റർമൈൻ ദ സോഷ്യൽ പ്രിഫറൻസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാൾ മാത്രമല്ല സോഷ്യൽ പ്രിഫറൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി ഏബിൾ ടു ഓർഡർ ദ ചോയ്സസ് ഇൻ ദ വേ ഹി വാണ്ട്സ്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സോഷ്യൽ പ്രിഫറൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ. നാലാമത്തത് നോൺ ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. നോൺ ഡിക്റ്റേറ്റർഷിപ്പ് ദാറ്റ് ഈസ് സോഷ്യൽ ചോയ്സസ് മസ്റ്റ് ബി ഫോംഡ് ഡെമോക്രാറ്റിക്കലി. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു. സോഷ്യൽ ചോയ്സസ് മസ്റ്റ് ബി ഫോംഡ് ഡെമോക്രാറ്റിക്കലി. ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ഫോമിങ് സോഷ്യൽ ചോയ്സസ് മസ്റ്റ് ബി ഡെമോക്രാറ്റിക്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണ് ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാ വോട്ടേഴ്സിൻ്റെയും നമ്മൾ ചോയ്സസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ലൈക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ റിലീജിയസ് ഹെഡ് അല്ലെങ്കിൽ ഡിക്റ്റേറ്ററിൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർമാനിൻ്റെയോ എല്ലാം വിഷസ് എല്ലാം നമ്മൾ അതിനകത്ത് പൂർത്തിയാക്കേണ്ടത്. അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ വോട്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോട്ടേഴ്സിൻ്റെ വിഷസ് ആണ് നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആൻഡ് അഞ്ചാമത്തേത് ഇതാണ്, ഇൻഡിപെൻഡൻസ് ഓഫ് ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പറയുന്നത് ഇഫ് ചോയ്സസ് ആർ റിമൂവ്ഡ് റാങ്ക് ഷുഡ് നോട്ട് ചേഞ്ച്. അപ്പം നമ്മളിവിടെ പറയുവാണ് there are three choices x, y and z. ഇഫ് വി ആർ റിമൂവിങ് സെഡിനെ നമ്മൾ റിമൂവ് ചെയ്താലും നമ്മുടെ ചോയ്സ് എന്തായിരിക്കണം? എക്സ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇഫ് വി ആർ റിമൂവിങ് ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ്, നമ്മൾ ഇറലവൻ്റ് ആണ്, ഇതിനധികം വോട്ടൊന്നും കിട്ടിയില്ല, പക്ഷേങ്കിൽ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ്. ഈവൻ ദെൻ അവർ ചോയ്സസ് മസ്റ്റ് ബി എക്സ്. അപ്പോൾ വൈ ആയിരിക്കരുത്, നമ്മളെ ചോയ്സ് എന്തായിരിക്കരുത്? വൈ ആയിരിക്കരുത്. ഇപ്പോൾ സെഡ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ വൈ ആയിരിക്കരുത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ എന്തായിരിക്കണം? എക്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ സെഡ് 3 ചോയ്സ് ഉണ്ട്, എക്സ്, വൈ, സെഡ്. ലൈക്ക് നിങ്ങൾക്ക് കെറോസിൻ, ഫുഡ്, സാനിറ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, അങ്ങനെ 3 ചോയ്സ് ഉണ്ടെങ്കിൽ 3 ചോയ്സിൽ അപ്പോൾ അവിടെ നമ്മൾ കെറോസിൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞത് എക്സ് പ്രിഫേഴ്സ്, നമ്മൾ ഇൻഡിവിജ്വൽ പ്രിഫേഴ്സ് എക്സ് ഓവർ വൈ ആൻഡ് വൈ ഓവർ സെഡ് ആൻഡ് എക്സ് ഓവർ സെഡ്. അതായത് എക്സ് ഓവർ സെഡ് ആണ് നമ്മൾ ലാസ്റ്റ്, അതായത് എക്സ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓക്കെ, വൈനേക്കാളും എക്സ് ആൻഡ് സെഡിനേക്കാളും വൈ, വി ക്യാൻ സീ ദാറ്റ് എക്സ് ഈസ് പ്രിഫേർഡ്. അപ്പം നമ്മൾ ഇവിടുത്തെ വിന്നർ ആരാണ്? നമ്മൾ എക്സ് ആണ്. അപ്പോൾ ഈ സെഡ് നമ്മൾ റിമൂവ് ചെയ്താലും, സെഡ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്താലും നിങ്ങളുടെ നിങ്ങളെ പ്രിഫറൻസ് വൈ ആയിരിക്കരുത്, എക്സ് തന്നെ ആയിരിക്കണം. നമുക്ക് എന്താണോ കിട്ടിയത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രിഫറൻസ്. ഒന്ന് ഡിലീറ്റ് ചെയ്താൽ ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഇറലവൻ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവിടെ സോഷ്യൽ ചോയ്സ് എന്ത് ചെയ്യരുത്? മാറരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡെമോക്രാറ്റിക് വോട്ടിംഗ് പ്രൊസീജിയർ നമ്മൾ ഇതിനകത്ത് പറയുവാണ്. ആൻഡ് ഇൻഡിവിജ്വൽസ് ആണ് എ, ബി, സി. Individuals A, B, C, and there are 3 alternatives X, Y, Z. There are 3 alternatives X, Y, and Z. And individual prefers ഏറ്റവും കൂടുതൽ വോട്ട് ഏതിനാണ് കിട്ടിയത്? എക്സിനാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഹയസ്റ്റ് നമ്പർ ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പം കൊടുക്കുന്നത് 3 എന്ന് പറയുന്നത് ഹയസ്റ്റ് റാങ്ക് ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് സെക്കൻഡ് റാങ്ക്, 1 എന്ന് പറയുന്നത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടിയതാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ് കൂട്ടത്തിൽ? 3, 2, 1. എക്സിന് 3, വൈക്ക് 2, സെഡിന് 1. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്. അപ്പം 3 ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? So he prefers X over Y. Okay, and Y over Z. Z-നേക്കാളും Y ആണ് പ്രിഫർ ചെയ്യുന്നത്. Y എത്രയാണ്? 2 ആണ്. ഓക്കെ,
ആൻഡ് ബി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എന്താണ്? ബി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഹി പ്രിഫേഴ്സ് വൈ. കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ? വൈ ആണ്. അപ്പൊ വൈ ആണ് പ്രിഫർ ചെയ്യുന്നത്. സെക്കൻഡ് ഏതാണ്? സെഡ്. സോ ഹി പ്രിഫേഴ്സ് വൈ ഓവർ സെഡ്. ആൻഡ് തേർഡ് ഏതാണ്? എക്സ് ആണ്. അപ്പോൾ ഹി പ്രിഫേഴ്സ് വൈ ഓവർ സെഡ് ആൻഡ് സെഡ് ഓവർ എക്സ് ആൻഡ് ഹി പ്രിഫേഴ്സ് വൈ ഓവർ എക്സ്. ഓക്കെ. ദെൻ മൂന്നാമത്തത് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ്? മൂന്നാമത്തത് സെഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സെഡ് ഹി പ്രിഫേഴ്സ് സെഡ് ഓവർ എക്സ്. എക്സിനെക്കാളും സെഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് വൈനെക്കാളും ദറ്റ് ഈസ് ഹി പ്രിഫേഴ്സ് എക്സ് ഓവർ വൈ. therefore he prefers z over y. ഇതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? എക്സ് ആണ്. ബി ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? വൈ ആണ്. സി ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? സെഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിഫറൻസ് മാർക്ക് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ് എക്സ് വിത്ത് 1 അല്ലേ? എക്സ് വിത്ത് 1, എക്സ് വിത്ത് 3, വൈ വിത്ത് 2 ആൻഡ് സെഡ് വിത്ത് 1. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ പറയുവാണ് ദർ ആർ 3 പ്രിഫറൻസസ് എക്സ് വൈ ആൻഡ് സെഡ്. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു സിമിലർ പോയിന്റ്സ് അല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഹിയർ മെജോറിറ്റി റൂൾ ലീഡ്സ് ടു ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കോൺട്രാഡിക്ടറി റിസൾട്ട്. അപ്പോൾ ഇവിടെ മെജോറിറ്റി റൂള് ഇൻകൺസിസ്റ്റൻറ്റും അതുപോലെ തന്നെ കോൺട്രാഡിക്ടറി റിസൾട്ടും ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഈസ് ഇമ്പോസിബിൾ ടു ഡെവലപ്പ് ആസ് ഡെമോക്രാറ്റിക് ഡിസിഷൻ നോട്ട് നെസസറിലി റിഫ്ലക്ട് ഇൻഡിവിജ്വൽ ചോയ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും പ്രിഫറൻസ്, നമ്മുടെ പോയിന്റ് ഇതാണ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം പറയുന്നത്. നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് കുഡ് ബി പോസിബിൾ ഓൺലി ബൈ വയലേറ്റിംഗ് എനി ഓഫ് ദീസ് കണ്ടീഷൻ. നമ്മൾ ഈ 5 കണ്ടീഷൻസ് പറഞ്ഞു. ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ മാത്രമേ, അറ്റ്ലീസ്റ്റ് 1 ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡെവലപ്പ് or construct a social welfare function which include or satisfy all individual preference. എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ചോയ്സ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ആരോ പറയുന്നത് 5 കണ്ടീഷൻസ്, നെസസറി കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ 5 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വയലേറ്റ് ചെയ്താൽ എന്നാൽ മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രിഫറൻസ് കൺസിഡർ ചെയ്തു എന്നുള്ളത് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓക്കെ. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ പറയുവാണ് ഹി പ്രിഫേഴ്സ്, ഒരു ഇൻഡിവിജ്വൽ പ്രിഫേഴ്സ് എ എന്ന് പറയുന്നത് എ ബി സി 3 ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ഹി പ്രിഫേഴ്സ് എ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ആൾക്ക് കൂടുതൽ വോട്ടിംഗ് കിട്ടി. ദാറ്റ് ഈസ് 45 വോട്ട്സ് കിട്ടി. ആൻഡ് ബി എന്ന് പറയുന്ന ആൾക്ക് 40 വോട്ട് കിട്ടി. അതായത് സിനെക്കാളും എനെക്കാളും ബിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. ഇവിടെയാണെങ്കിലോ ബിനെക്കാളും സിനെക്കാളും എക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. ഇവിടെയാണെങ്കിൽ ബിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്, 40 വോട്ട്സ്. ആൻഡ് സി, in this case an individual prefers C over A and A over B. അപ്പോൾ ഇവിടെയാണെങ്കിൽ സി ആണ് ഇവിടെ വിന്നർ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസിൽ പറയുവാണെങ്കിൽ എ ആണ് വിന്നർ വിത്ത് 45 വോട്ട്സ്. രണ്ടാമത്തേൽ ബി ആണ് വിന്നർ വിത്ത് 40 ആൻഡ് സി ആണ് വിന്നർ 30. അപ്പോൾ ഓൾ റൗണ്ട് നോക്കുവാണെങ്കിൽ ആരാണ് വിന്നർ? എ ആണ് വിന്നർ. ഓക്കെ. എ ആണ് ഇവിടെ വിന്നർ. 45 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.
ആൻഡ് നമ്മൾ പറയുവാണ് ഇവിടെ ബി ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ബി ഇല്ല എന്ന് വിചാരിക്കുക, ബി ഇല്ല. അപ്പോൾ ഇവിടെ സി ആൻഡ് എ ഇതാണുള്ളത്. അപ്പോൾ സിയുടെ വോട്ട് എത്രയാണ്? 40. ആൻഡ് രണ്ടാമത്തെ കേസിലും ബി ഇല്ല, അപ്പോൾ 30 വോട്ട്സ് കിട്ടി. അപ്പോൾ സിക്ക് എത്രയാണ് കിട്ടിയത്? 40 + 30 ദാറ്റ് ഈസ് 70. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ആര് ജയിക്കും? നമ്മുടെ സി ജയിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് ഇറലവൻ്റ് ഓൾട്ടർനേറ്റീവ്. അതായത് നിങ്ങൾക്ക് 3 ചോയ്സ് ഉണ്ട്, എക്സ് വൈ സെഡ്. അപ്പോൾ ഈ എക്സ് വൈ സെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്, ഇറലവൻ്റ് ഓൾട്ടർനേറ്റീവ് ഡിലീറ്റ് ചെയ്താലും നിങ്ങളെ പ്രിഫറൻസ് മാറരുത്. പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മൾ ഇറലവൻ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഡിലീറ്റ് ചെയ്തു അല്ലേ? ഇറലവൻ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ഈ ബി എന്ന് പറയുന്നത്. അപ്പം ബി ഡിലീറ്റ് ചെയ്തിട്ട് കൂടി ആര് ജയിച്ചു? സി ജയിച്ചു. അപ്പോൾ ഇവിടെ 45 വോട്ട് കിട്ടിയ എ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും, അതായത് ബി എന്ന് പറയുന്ന ആളെ നമ്മൾ ഡിലീറ്റ് ചെയ്താലും എ ആണ് ജയിക്കേണ്ടത്. കണ്ടീഷൻ പ്രകാരം ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തു, ബി നമ്മൾ ഡിലീറ്റ് ചെയ്തു, എങ്കിൽ പോലും നമ്മൾ എ ആണ് ജയിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഏറോ പറയുവാണ് അങ്ങനെ ജയിക്കാൻ പറ്റില്ല. നമ്മളിപ്പം ആരെയാണ് നമ്മൾ എടുത്തത്? നമ്മൾ ബീനെയാണ് എടുത്തത്. ബി ഗെറ്റ്സ് 70 വോട്ട്സ്. അപ്പോൾ ഇവിടെ ബി ആണ് ജയിച്ചത്. അപ്പോൾ ഇങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, ഒരു കണ്ടീഷൻ നമ്മൾ വയലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പ്രിഫറൻസ് അതിനകത്ത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല. ആൻഡ് ദർ ആർ സം ക്രിറ്റിസിസം. അപ്പോൾ ഒന്നാമത്തെ ക്രിറ്റിസിസം, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ഇന്റർപേഴ്സണൽ കമ്പാരിസൺ. രണ്ടാമത്തത്, ദാറ്റ് ഈസ് ഹി റിജക്റ്റഡ് മെഷറബിൾ യൂട്ടിലിറ്റി ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആരോ മെഷറബിൾ യൂട്ടിലിറ്റിനെയും അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്പാരിസനെയും റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹിസ് പ്രിൻസിപ്പിൾ ഇൻവോൾവ്സ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ. അവിടെ എ ആണോ ബി ആണോ സി ആണോ അല്ലെങ്കിൽ 3 ഇൻഡിവിജ്വൽസിൻ്റെ പ്രിഫറൻസ് അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഹി സ്റ്റിൽ യൂസസ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ആൻഡ് ഹി സേസ് ദാറ്റ് ഹി റിജക്റ്റ് measurable utility or cardinal utility and interpersonal comparison, but in his theory he used the interpersonal comparison. രണ്ടാമത്തെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. ആരോസ് തിയറം ഷുഡ് ബി ഇന്റർപ്രറ്റഡ് ആസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് നോട്ട് ആസ് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. IMD ലിറ്റിൽ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അല്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മാത്രമാണ് ആരോയുടെ തിയറി. ആൻഡ് മൂന്നാമത്തെ, ഡെറിവേഷൻ ഓഫ് സോഷ്യൽ പ്രിഫറൻസസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു സേ ദാറ്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം ഇൻഡിവിജ്വൽ ചോയ്സ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് ഇൻഡിവിജ്വൽ ചോയ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആരോ പറഞ്ഞത്. ഇൻഡിവിജ്വൽ പ്രിഫറൻസ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് നമുക്ക് സോഷ്യൽ വെൽഫെയറിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ to say that a social welfare function cannot be derived from individual choice. Individual choiceൽ നിന്ന് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഈ ആരോ പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ആൻഡ് നാലാമത്തത്, നെഗ്ലക്ട് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സോഷ്യൽ വെൽഫെയർ. Arrow failed to consider the differences in the intensity of preferences of different individuals. Different individualsന്റെ ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് ആരോ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ പ്രിഫറൻസിലുള്ള ഡിഫറൻസ്. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ABC 3 പ്രിഫറൻസ് ഉണ്ട്, XYZ. അപ്പോൾ ഈ 3 പ്രിഫറൻസിലുള്ള ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ്, അതായത് ഒന്നാമത്തെ ആള് ഡ്രിങ്കിങ് വാട്ടർ, രണ്ടാമത്തെ ആളിപ്പം ഫുഡ്, മൂന്നാമത്തെ ആള് സാനിറ്റേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 പ്രിഫറൻസിൻ്റെയും ഇൻറ്റൻസിറ്റി അതിലുള്ള ഡിഫറൻസ്, 3 പ്രിഫറൻസിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ടില്ല. 3 ഇൻഡിവിജ്വൽസിൻ്റെയും 3 പ്രിഫറൻസിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ടില്ല. അഞ്ചാമത്തത്, എംപെരിക്കലി വീക്ക്.
That is, he assumes that individuals chooses only on the basis of their preferences. There may be strategic voting. പക്ഷേ ആക്ച്വലി അല്ലെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് പറയുവാണെങ്കിൽ സ്ട്രാറ്റജിക് വോട്ടിംഗ് ഓർഗനൈസ്ഡ് വോട്ടിംഗ് ഉണ്ട്. ആൻഡ് ദെൻ വോട്ടിംഗ് വിൽ നോട്ട് റിഫ്ലക്ട് റിയൽ ചോയ്സ്. വോട്ടിംഗ് റിയൽ ചോയ്സ് അത് റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ ഇവർ ആരോ പറയുന്നത് എന്താണ്, വോട്ടിങ്ങിലൂടെയാണ് നമ്മൾ പ്രിഫറൻസ് എന്താണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ക്രിറ്റിസിസം ഓഫ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം. ആൻഡ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്, നിങ്ങൾ പറയേണ്ടത് കെന്നത്ത് ജെ ആരോ ആണ്. ബെർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയറിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് കെന്നത്ത് ജെ ആരോ വന്നിട്ടുള്ളത്. ബെർഗ്സൺ സാമുൽസൺ സോഷ്യൽ വെൽഫെയർ എന്താണെന്ന് പറയുക, ദറ്റ് ഈസ് social welfare is a function of individual utility അല്ലെങ്കിൽ ordinal index of the individual preferences. That is, W is a function of U1, U2, U3, etc. UN, and he criticized this because it is impossible to construct or develop a social welfare function which would reflect individual choice. Individual choice എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ആൻഡ് നമുക്ക് ഒരു നെസസറി കണ്ടീഷൻസ്, ഒരു 5 നെസസറി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 5 നെസസറി കണ്ടീഷൻസിൽ ഒന്നെങ്കിലും അതിനകത്ത് വയലേറ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആരോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.